ബിഗ് ബോസ് ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്നിപ്പോ നടന്നതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ ഈ ഒരു പാപശാസ്ത്രം ടാസ്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ അക്ബർ വേഴ്സസ് അനുമോളും നിങ്ങൾ എല്ലാ തരത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. അക്ബറിന്റെ ഒരു ഫിസിക് എങ്ങനെയുണ്ടെന്നും അനുമോളിന്റെ ഫിസിക് എങ്ങനെയുണ്ടെന്നും. പിന്നെ ഇതൊരു ടാസ്ക് ആണ്, അയ്യോ അനുമോള് പാവം ഇത്തിരിയേ ഉള്ളൂ, കുഞ്ഞതാണ്, നീളം കുറവാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് മാറ്റി നിർത്തി അന്ന് അനുമോള് മുമ്പിൽ നിന്നോ കേട്ടോ, അല്ലെങ്കിൽ അനുമോൾക്കൊരു 5 പാവം ഞങ്ങൾ അധികം തരാം എന്ന് പറയാൻ പറ്റില്ല. ഇനി അക്ബറിന്റെ കേസിലേക്ക് വരാം. ബിഗ് ബോസ് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ടാസ്കുകൾ കൊടുക്കുന്നത്. അല്ലാതെ ഹൈറ്റ് ഉള്ള ഒരാള്, ഹൈറ്റ് കുറഞ്ഞ ആള്, വണ്ണമുള്ള ആള്, വണ്ണം കുറഞ്ഞ ആള് എന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു ടാസ്ക് കൊടുക്കാൻ ബിഗ് ബോസിന് കഴിയത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ടാസ്കിൽ അക്ബർ സ്വയമേ ഒരു ചിന്തയൊക്കെ വിചാരിക്കണം. അതായത് ഓക്കെ, തൻ്റെ കൂടെ ഉള്ളവരാണ്, ബാക്കി 9 പേര് തൻ്റെ കൂടെ ഇത്ര ദിവസം ഈ വീട്ടിൽ നിന്നവരാണ്, ഉപദ്രവിക്കരുത് എന്ന് അക്ബറിനെ വിചാരിച്ചാൽ കൊള്ളാം, വിചാരിച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വഴക്കിൽ ആദ്യമൊക്കെ എനിക്ക് അനുമോളോടൊരു സഹതാപം ഒക്കെ തോന്നി. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് വാശി പിടിച്ച് അള്ളിമാന്തി ഈ പറയുന്ന പാവ എടുത്ത് അക്ബർ അനുമോളെയും അതുപോലെ അനുമോളുടെ തൊട്ട് ഫ്രണ്ടിൽ ആതിരയൊക്കെ അതിപ്പുണ്ട്, അപ്പൊ ഇട്ട് ഞെരിക്കണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ അക്ബറിന്റെ തൊട്ട് ബാക്കിലായിട്ട് ആര്യനുണ്ട്. ആര്യൻ തമാശ രൂപേണയൊക്കെ ഒരുപാട് തവണ ഈ ഫണ്ണായിട്ടാണ് എല്ലാ ടാസ്കിനെയും കാണുന്നത്. ഇവർക്ക് എത്രത്തോളം നോവുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് മുറിയുമെന്നോ അവർ മൊത്തത്തിൽ ഞെരുങ്ങുമെന്നോ ഒന്നും അവരാരും ശ്രദ്ധിക്കില്ല. ഇതിനൊക്കെ ടാസ്കിൽ അത്രയൊക്കെ ശ്രദ്ധിക്കുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു ഓട്ട മത്സരം അല്ലെങ്കിൽ ഒരു ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളും ഒക്കെ കുറെ അധികം വിട്ടുവീഴ്ചകൾ, അതായത് മുറിവുണ്ടാകും, ചിലപ്പോൾ ചതവുണ്ടാകും, ഇതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ എന്നേ ഉള്ളൂ. ഇതിൽ അനുമോളുടെ പക്ഷം പറയാൻ പ്രത്യേകിച്ച് ഒരു അവസരവും ഇല്ല. അക്ബർ മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞു കിടന്ന് വാശി പിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ആദിലയും നൂറയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പകുതി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇത് അക്ബറിന്റെ അടുത്ത് നിൽക്കാൻ, അങ്ങനെയാണെങ്കിൽ അനുമോള് മാറിക്കൊടുക്കുക. അക്ബറിന്റെ അടുത്ത് നിന്ന് ആ ഒരു ഇടി വാങ്ങണ്ട, ഞെരുങ്ങണ്ട എന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കാനേ പറ്റൂ. കാരണം അത് അയാളുടെ ബോഡി അത്രയും ഉണ്ട്, അയാൾക്ക് അതിനുള്ള ഒരു ഫിസിക് ഉണ്ട്, അയാൾ എന്തായാലും തള്ളി മാന്തി എടുക്കും. ആ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ അക്ബറും അനുമോളും മാത്രം മത്സരിക്കുന്ന ഒരു മത്സരമല്ലല്ലോ. അതിനകത്ത് അനീഷ് ഫ്രണ്ടിൽ നിന്ന് പാവ എടുക്കുന്നുണ്ട്, ആര്യൻ ഫ്രണ്ടിൽ നിന്ന് പാവ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു കോമ്പറ്റീഷൻ ആണ്. 10 പേര് ഒന്നിച്ചാണ് ഒരു എൻട്രിക്കകത്തുനിന്ന് പാവയെ പറക്കുന്നത്. അപ്പോൾ അതിന്റെ പേര് അക്ബറിനെ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഗെയിം അല്ലേ എന്ന് കരുതി നമുക്ക് അക്ബറിനെ ഈ അനുമോളി പറഞ്ഞതും അതുപോലെ തന്നെ അക്ബറെ കുറച്ചൊന്ന് സോറി എങ്കിലും പറ, അനുമോളോടൊന്ന് സോറി പറ. ഓക്കെ, ഞാൻ കാരണം നിനക്ക് നല്ല നൊന്തെങ്കിലും, നിന്റെ ദേഹത്തുനിന്ന് മുറിഞ്ഞ് ചോരയൊക്കെ വന്നെങ്കിൽ എടി ഞാൻ സോറി എന്ന് പറയാം. പക്ഷെ അത് പറയാതിരുന്നത് അക്ബറിന്റെ തെറ്റ്. എന്നാൽ ഇതിനിടയ്ക്ക് അനുമോൾ മറ്റൊരു കളി കളിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പലപ്പോഴായിട്ട് അക്ബറിന്റെ അടുത്ത് തന്നെ അനുമോൾ എടുത്തിട്ടുള്ള ഒരു വൃത്തികെട്ട കളിയുണ്ട്. വേറൊരു കാർഡ്, ഒരു സ്ത്രീ കാർഡ്. ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഒരു മെയിൽ കണ്ടസ്റ്റന്റും ഒരു ആണ് പോലും ഒരാളെയും, ഒരു സ്ത്രീയെ പോലും മോശമായിട്ട്, ഒരു അബ്യൂസീവായിട്ട്, നെഗറ്റീവായിട്ട്, വൾഗറായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പെരുമാറാനും ഉദ്ദേശിക്കുന്നില്ല. വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ആദില, നൂറ പോലെയുള്ള കപ്പിൾസ് ഒക്കെ ഉള്ളത് അവരെയും പ്രോഗ്രസീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന എനിക്ക് ഈ സീസൺ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ ഇതിലുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവരുടെ ഒന്നും ഇടയിൽ ഒരുമാതിരി മോശമായിട്ടുള്ള ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ പാകത്തിന് അമ്മാതിരി ഒരു കോണ്ടന്റുകളും ഇല്ല. അത്തരത്തിലുള്ള കോണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതെല്ലാം ഒരു അലിഗേഷൻ മാത്രമാണ്, ആരോപിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാരണം നമ്മൾ ഇവരെയൊക്കെ കാണുന്നതാണ് അവരുടെ നോട്ടത്തിനകത്ത്. ഇപ്പം ഈ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന രീതിയിൽ ഒരു സമയത്ത് അനുമോളുടെ വായിന്ന് ഒരു വാക്ക് വന്നത് വലിയ രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്ബറിന്റെ അതൊക്കെ ഭയങ്കര ഓവറാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ അനുമോളുടെ ദേഹത്തേക്ക് അക്ബർ വന്ന് വീണ് ഈ ഒരു ടാസ്ക് നടത്തിയത് അത് അക്ബറിന്റെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കി. കാരണം അനുമോള് അത്തരത്തിലൊരു വൃത്തികെട്ട വാചകം അവിടെ പറഞ്ഞു. അത് കുറച്ചൊക്കെ മ്യൂട്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞതിന്റെ റിസൾട്ട് വാക്കെന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ ആക്കി, അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അതായത് അങ്ങനെ അക്ബർ വന്ന് ഇങ്ങനെ തള്ളിയത് തന്നെ അൺകംഫർട്ടബിൾ ആക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമാണോ ഈ അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞൊരു വാക്ക്? നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് എവിടെ പറയും? സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അൺകംഫർട്ടബിൾ ആക്കി എന്നുള്ള വാക്കിന് ഒപ്പം നിൽക്കാൻ അനുമോൾക്കൊപ്പം ആരും നിന്നില്ല.
അത് സത്യത്തിൽ ഈ ഒരു ബിഗ് ബോസ് സീസണിന്റെ വിജയം തന്നെയാണ്. അതല്ലാതെ അക്ബർ ഉപദ്രവിച്ചു, അക്ബർ കണ്ണിച്ചോറിയില്ല, ഒരു പച്ച മൃഗമാണ്, കൊത്തിപ്പറിക്കുന്നു എന്നൊക്കെ അനുമോൾ പറയുന്ന സമയത്ത് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മി അന്നേരം നിങ്ങൾ അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്കൊരു മനുഷ്യപ്പറ്റില്ല, നിങ്ങളൊരു മനുഷ്യനല്ല മൃഗമാണ് എന്നൊക്കെ അക്ബറിനെ ലക്ഷ്മിയും സപ്പോർട്ട് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് അക്ബറിനെതിരെ സംസാരിച്ചു, ലക്ഷ്മിയും സംസാരിച്ചു. പക്ഷെ അനുമോൾ ഒരിക്കലും അവിടെ ആ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പെരുമാറിയെന്നോ അൺകംഫർട്ടബിൾ ആക്കി എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഈ 70 ദിവസം ഒന്നിച്ചൊരു വീട്ടില് ഇവരെല്ലാവരും നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തള്ളിയോ തൊടുകയോ ചെയ്യുമ്പോഴത്തേക്കും അത് അൺകംഫർട്ടബിൾ ഒരു കംഫർട്ടബിൾ അല്ല എന്നൊരു ഫീലിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അത് സ്ത്രീകൾക്ക് മാത്രമുള്ള വാക്കല്ല. ഒരു പുരുഷന്റെ ദേഹത്ത് ഒരു സ്ത്രീ പോയി തൊട്ട് ആ പുരുഷന് അത് ഡിഫറെന്റ് ആയിട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരല്ലേ, എനിക്ക് അൺകംഫർട്ടബിൾ ആണ് എന്നൊരു പുരുഷന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തോ എനിക്ക് അനുമോള് ആ ഒരു വാചകം അവിടെ അക്ബറിനെതിരെ ഉപയോഗിച്ചത് ശരിയായെന്ന് തോന്നിയില്ല. അങ്ങനെ അനുമോള് പറഞ്ഞതിന് ശേഷം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അക്ബർ പതുക്കെ കൂടി തണുത്ത് ഒരുമാതിരി ഡൗട്ട്ഫുൾ ആയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അനുമോൾക്ക് ഇതൊരു സ്വാഭാവിക സംഭവം പോലെ അനുമോൾ കടന്ന് പറയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അനുമോൾക്ക് അനുമോളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ആ അതേ വേദന അല്ലെങ്കിൽ അക്ബർ അത് കടിച്ചു പിടിച്ച് നിന്നിട്ട് ആരോടും അത് ഷെയർ ചെയ്യാതെ പിടിച്ചു നിന്നതുപോലെ എനിക്കത് ലൈവ് കണ്ടപ്പോൾ തോന്നി. നമുക്ക് ഈ ലൈവ് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് അനുമോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തനിക്കെതിരെ പറയുമോ അല്ലെങ്കിൽ അത് പുറത്തു വരുമ്പോഴത്തേക്കും ഞാൻ മോശമായിട്ട് തൊട്ടില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് അക്ബറിന്റെ അടുത്തോട്ട് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് വേറൊരു ജഡ്ജ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഐ എം സോറി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം അത് നമുക്ക് എത്രയൊക്കെ ലൈവിലിരുന്ന് നോക്കിയിരുന്ന് കണ്ടാലും ആരെങ്കിലും തൊട്ടോ അടിച്ചോ ഉപദ്രവിച്ചോ മനഃപൂർവ്വമാണോ എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഒരു വ്യക്തി പറയുന്നത് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാനും കേൾക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ശരി ഈ ഒരു പാവക്കളി ഇത് ഈ ആഴ്ച അവസാനിക്കുമ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.